യോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം. അറിയാലോ, ഞാനിപ്പോൾ ഉള്ളത് നോർത്തേൺ അയർലൻഡിലാണ്. എൻ്റെ ജീവിതത്തിലെ 32ാമത്തെ രാജ്യമായ നോർത്തേൺ അയർലാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് ഈ പേര് പറയാൻ കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത്, നമ്മളങ്ങനെ ഒരു ബെൽഫാസ്റ്റിൽ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പുറത്തൊരാൾ നമ്മളെ ബിരിയാണിയൊക്കെ വെച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആരാണെന്ന് അറിയാൻ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ, ഇവരാണ് ആ ഒരു ടീം. ഹലോ, ജസ്റ്റ് പരിചയപ്പെടുത്തിക്കുക രണ്ടാളും. എൻ്റെ പേര് അനിൽ. ഇവിടെ 17 വർഷമായിട്ട് നമ്മുടെ ബെൽഫാസ്റ്റിൽ സിമിയെ കല്യാണം കഴിച്ചാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ സെറ്റിൽ ചെയ്തേക്കുന്നു. എൻ്റെ പേര് സിമി. ഞാൻ 18 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബ്രോ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ പോസ്റ്റ് ഓഫീസിൽ റോയൽ മെയിൽ എന്ന് പറയും. ഓക്കെ, നാട്ടിൽ എവിടെയെന്ന് പറഞ്ഞത്? നാട്ടിൽ എൻ്റെ വീട് കൊട്ടാരക്കര, സിമിയുടെ വീട് ഉഴുവൂര്. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എങ്ങനെ പോകുന്നു അയർലൻഡിൽ? അടിപൊളി, കുഴപ്പമില്ല, അടിപൊളി, നല്ല സ്റ്റൈലായിട്ട് പോകുന്നു. ഓക്കെ, വണ്ടി നമ്പറും അനിൽ ടി എൻ. കുട്ടികളൊക്കെ അപ്പം? മോനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. മോന് 14 വയസ്സ്, മോൾക്ക് 12 വയസ്സ്. ഫൈൻ. യാ, ആക്ച്വലി പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ യൂറോപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പറാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. കുറേ കൊല്ലം UK വരാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ വന്നത്. സോ അയർലൻഡിലേക്ക് വരുമ്പോൾ തന്നെ മൂപ്പർ എന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റപ്പാക്കി അദ്ദേഹത്തിൻ്റെ വീടായത്. ഞാനും റോഷൻ ബ്രോ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് എന്തായിരുന്നു? എൻസ്കിലിലെ ഒരു മാർബിൾ ആർച്ച് കേവാണ് കാണാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ അവിടത്തേക്ക് വിടും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം കുറച്ച് പേടിപ്പെടുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉള്ളത്. പിന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ അറിയാം കേട്ടോ. അപ്പം എന്താണ് നമ്മൾ ഇന്ന് എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മാഡം? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാർബിൾ ആർച്ച് കേവാണ്. ഓക്കെ, എന്താണ് ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് ഒരു 330 നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ലൈം സ്റ്റോൺ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് 1985 ഇവിടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. 1985. ഓക്കെ, പക്ഷെ 1895 ഇത് കണ്ടുപിടിച്ചത്. 1895 കണ്ടുപിടിച്ചു. പക്ഷേ 1985 ഇത് പബ്ലിക്കിന് വേണ്ടി. അപ്പൊ ഇത് ഇവിടെ എന്താണ് സ്പെഷ്യൽ? എന്തിനാണ് നമ്മൾ ഇവിടെ വരേണ്ടത്? ലോകത്ത് ഒരുപാട് കേവ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ ശരിക്കും? ഇത് ഒത്തിരി നല്ല കേവ്സ്. അകത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ലതായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള, നമുക്ക് ഡേഞ്ചർ ഒന്നുമില്ല. നമ്മൾ പോവുക, ഹാപ്പി ആകുക, തിരിച്ചു പോകാൻ ഭയങ്കര മടിയല്ലേ? അങ്ങനൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഡേഞ്ചറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള, അഡ്വഞ്ചർസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഓ, അടിപൊളി അടിപൊളി. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇന്ന് റോഷൻ ബ്രോ മിക്കവാറും ക്യാമറയുടെ പുറകിലായിരിക്കും കേട്ടോ. കാരണം അതിനകത്ത് വെളിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ SLR എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഏതായാലും ക്യാമറയുടെ പുറകുന്ന ജസ്റ്റ് മൂപ്പർ കാണിച്ചിട്ട് മൂപ്പർ പച്ചക്കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര മൊഞ്ചായിട്ട് വന്നിട്ടുണ്ട്. യോയോ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം നിലവിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല മഴയാണ്. മഴ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നത്. ഡ്രോണൊന്നും പറത്താൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്. ഇവിടുത്തെ ഇപ്പോൾ 2 ദിവസം കൂടി റെയിനിങ് ഉണ്ടാവും. അപ്പം നമുക്ക് നല്ലൊരു സണ്ണി ക്ലൈമറ്റ് വന്നാൽ മാത്രമേ ഡ്രോണൊക്കെ പറത്താൻ പറ്റും കേട്ടോ. ഡോർ എന്ന് പറയാൻ കാണുന്നത് കാറിൻ്റെ ഡോർ അവിടെ ഓപ്പൺ ആണ്. ബ്രോ ക്ലോസ് ചെയ്തോ. ഇതാണ് ഇതിന്റെ പാർക്കിംഗ് യാർഡ്. അപ്പം എന്തായി? ഓക്കെ അല്ലോ? നമുക്ക് ക്യാമറക്കുള്ളിൽ അലോഡ് ഇല്ല? അല്ല, പ്രശ്നമൊന്നുമില്ലല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ബ്രോ എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇതാണ് കേവിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് മാസ്കിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇൻഡോറിൽ നമുക്ക് പോകുമ്പോൾ മാസ്ക് മസ്റ്റ് ആട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. സംഭവം പുറത്ത് ഭയങ്കര ഫ്രീഡാണ്, മാസ്ക് ഒന്നും വേണ്ട. നമ്മുടെ ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഇതുപോലെ ടൂറിസ്റ്റ് അട്രാക്റ്റഡ് പ്ലേസിലൊക്കെ പോകുമ്പോൾ മാസ്ക് വേണം. പുറത്തൊക്കെ ഇവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാഡം കയറിക്കോളൂ, സാറ് കയറിക്കോളൂ. വളരെ കീപ്പ് ആൻഡ് കാം ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇതിന് മുകളിൽ അവർ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കേവിൻ്റെ എന്നറിയില്ല, പറഞ്ഞ പോലെ 1895 കാലഘട്ടത്തിലാണ് ഈ കേവ് കണ്ടുപിടിച്ചത്. അപ്പം അതിന് മുകളിൽ ഉണ്ടാവും കംപ്ലീറ്റ് ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു സുവനീർ ഷോപ്പാണ്. ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ടീഷർട്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ മുകളിൽ കല്ലിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കേവിൻ്റെ ഒരു കംപ്ലീറ്റ് തീംസിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ശരിക്കും ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് 10 പൗണ്ടാണ്. 10 പൗണ്ട് കൂടാതെ ഒരു ഫാമിലി പാക്ക് എങ്ങനെയായിരുന്നു? 24 പൗണ്ടിനാണ് നമുക്കൊരു ഫാമിലി ആയിട്ട് വരാൻ പറ്റും. ഇത് അതിൻ്റെ ഒരു മിനിയേച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കേജിൻ്റെ മിനിയേച്ചേഴ്സ് ആണ്.
ഇതിൽ നമ്മൾ ഇതുവഴി ബ്രോ ഇറങ്ങുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം കണ്ടുപിടിച്ചത് ഇവിടെ നിന്നല്ലേ? രണ്ടുപേർ ഇറങ്ങുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ നിങ്ങൾ? ഇവിടെ ഇപ്പം ആദ്യം കണ്ടുപിടിച്ച ആൾക്കാർ ഇവിടുന്ന് കയറി കെട്ടി ഈ ഒരു കേജിലേക്ക് കൂടി ഇങ്ങനെ താഴെ ഇറങ്ങി വന്നു, ഇവിടെ എത്തി. ഇവിടെയാണ് മെയിൻ കേജിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ഈ ഒരു വശത്ത് ഇവിടെയായിട്ട് നമുക്കിവിടെ ബോട്ടിൽ കൂടി, കാരണം താഴെ വെള്ളമാണ്, ഈ ഇതിൻ്റെ താഴ്വശയിൽ വെള്ളമാണ്, അതിലൂടെ നമുക്ക് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. സംഭവം ഒരു ഭയാനകമായ സാധനം കേട്ടോ. തകരുമോ? തീർച്ചയായിട്ടും. ഇൻഷുറൻസ് ഉണ്ട്? എനിക്ക് ഇൻഷുറൻസ് ഇല്ല. ട്രാവൽ ഇൻഷുറൻസ് ഇല്ലു. കേൾവിപ്പെട്ട് വെച്ചാൽ ഇൻഷുറൻസ് ഇല്ല. ഇത് 3 റിവറാണ്. അത് ഒന്നായിട്ട് എമർജ് ചെയ്തിട്ട് പുറത്ത് വരുന്നു. 3 നദിയുണ്ട് ഇതിനുള്ളിൽ. റിവർ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലേ, പെരിയാർ പോകുമ്പോൾ വരുന്നില്ല, കുഞ്ഞാണ്. തോട്, റിവറല്ല, 3 തോടുണ്ട് ഇതിനുള്ളിൽ. ഈ 3 തോടുകൾ മെർജ് ചെയ്തിട്ട്, മെർജിങ് മീൻസ് ഒന്നിച്ചിട്ട് ഒന്നായിട്ടാണ് പുറത്തേക്ക് വരുന്നത് കേട്ടോ. കാണാം അകത്ത് പോയിട്ട് കാഴ്ചകൾ. ഇവിടെ നമുക്ക് അന്നത്തെ കാലത്ത് ഈ ഡിഗ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ തുരങ്കത്തിൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്, തുരങ്കം മീൻസ് ഈ ഒരു ഗുഹയിലെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇവിടെ മുഴുവനുള്ളത്. ഇവിടെ അവരിട്ട് തൊപ്പികൾ കാര്യങ്ങൾ, പിന്നെ ഇവിടെ കൊണ്ട് കയറുണ്ട്, അതിൻ്റെ ഇതുണ്ട്, ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഈ ഒരു വശമായിട്ട് ഇവിടെ ഒരു ഉന്തു വണ്ടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിച്ച് പഴയ ക്യാമറയാണുള്ളത്. ക്യാമറ വരുന്നുണ്ട് കാണുമ്പം. അതെ അതന്നെ. പിന്നെ അത് ഫോണാണ്, പണ്ട് കാലത്ത് ഉപയോഗിച്ചൊരു ഫോണാണ്, അതുണ്ട് അവിടെ. സൂപ്പർ. പിന്നെ ഇവിടെ ജേർണീസ് പ്ലാൻഡ് എന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഈ ഒരു കേവുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആൾക്കാരോട് പോകാൻ പറ്റും. അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യണം ആസ് യൂഷ്വൽ. ഇനിയിപ്പോൾ ഗൈഡ് വരും, നമുക്ക് നിർദ്ദേശങ്ങൾ തരും. എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കയറുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കേവിലൊക്കെയാണ് നടന്നു പോകുന്നത്. എല്ലാവരും വീണിൽ ഈ ഗൈഡിന് പൊക്കാൻ പറ്റുമോ? ഓ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും. അത് ഞാനിപ്പോൾ മലയാളത്തിൽ ചോദിച്ചിട്ടുള്ളൂ ഇവർക്ക് ഇനി നമ്മളെ വീണ പൊക്കാൻ പറ്റുമെന്ന്. അപ്പോഴത്തേക്ക് ആള് വന്നിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കൊടുത്ത് നോ അഡ്മിഷൻ ബിയോണ്ട് ദിസ് പോയിന്റ് വിത്തൗട്ട് ഗൈഡിന് കൊടുത്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഗൈഡില്ലാതെ പോകാൻ പാടില്ല. സോ എല്ലാവരും അകത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ 3, 3, 6, 2, 8, 9 ആൾക്കാരുണ്ട്. ഹലോ. Hello, Crow. Hey, say hello. Hello. Hi. Hi. You doing a movie? Yeah, actually I'm a YouTuber, so I make a video for YouTube. Okay. You're going to be on YouTube, okay? Day after tomorrow. Yeah. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ ഷെയ്ക്ക് ആവും, കാരണം ഇത് ജിമ്പലൊന്നും ഇല്ല. ഈ പാവപ്പെട്ടവൻ ഒരു ക്യാമറ എടുത്ത് നടക്കുന്നതാണ്. 150 സ്റ്റെപ്പ് ഉണ്ട്. യെസ്. ഹിവൻറ്റും എത്ര? 150. ജിമ്മിന് പറഞ്ഞോ? അല്ല, ഒരു 70 കിലോ ഉള്ളൊരു മനുഷ്യനെടുത്ത് നടക്കാൻ പറ്റുമോ? സ്റ്റെപ്പ് അങ്ങ് ഇവിടെ തുടങ്ങിയിട്ടില്ല, സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് തോന്നുന്നു, ബേസ് ക്യാമ്പ് എന്തിനു പറയും, അതാണ് തോന്നുന്നത്. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് പോലെ കുഴിയിലേക്ക് പോകാനുള്ള ബേസ് ക്യാമ്പ്. He'll also say we have this sign. It's really important that you actually don't touch our cave formations. That includes like stalactites growing down and stalagmites. And the reason we ask people not to touch them is because they are thousands of years old, okay? ഏകദേശം ഒരു 70 മീറ്ററോളം താഴെ ഇറങ്ങി ഇനി ഒരു 100 മീറ്ററോളം നമ്മൾ താപ്പോട്ട് സ്റ്റെപ്പ് ഇറങ്ങുവാണ്. അതെ, എല്ലാവരും പോകാൻ റെഡി ആയിക്കോ. യെസ്. നിങ്ങളായിരിക്കും ലാസ്റ്റ് പേഴ്സൺ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതാണ് കേജിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഈ വശമായിട്ട് വെള്ളമുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും, ഉണ്ടോ? ഇത് വെള്ളമാണ്. ഇത് റിവർ നേരത്തെ പറഞ്ഞ പുഴ അല്ല. വിളിച്ചുണ്ടോ ബ്രോ? മൊബൈൽ വിളിച്ചുണ്ടോ? നീ ഷൂട്ട് ചെയ്തിട്ട് വന്നു കേട്ടോ.
സംഭവം നല്ല വൈബാട്ടാ. ഇവരെന്ത് ഇംഗ്ലീഷാണ് പറയുന്നത്? ഇവിടുത്തെ ഇംഗ്ലീഷ് ഭയങ്കര പ്രശ്നം കേട്ടോ, മനസ്സിലാക്കാൻ കുറച്ച് പാടാ. ഇത് ഇംഗ്ലീഷ് ഒന്നല്ല, ഇതെന്തോ കാട്ട് ഇംഗ്ലീഷാണ്. ഇത് ഇവിടുത്തെ ഓരോ ഫോർമേഷൻസ് ആണ്, നല്ല ഡിസൈനിൽ ഇതൊക്കെ. അതെ കേട്ടോ, ഈ പറയേണ്ട ഇതൊക്കെ ഇല്ല, ലൈറ്റ് അടിക്കട്ടെ മനസ്സിലാക്കി ഉണ്ടോ, ഫോർമേഷൻസ് ഉണ്ടോ പാറയുടെ. So just to give you a wee bit of a history about the caves here in the local area, we think back to 1895. This here is when these here caves were first explored. It was actually the 3rd Earl of Enniskillen who lived in Florence Court House and Estate, which is just up the road from ourselves here, around 5 minutes away. And he was an amateur geologist and very interested in the caves. And for that reason, he employed 2 men to explore them for him at that stage. The first was a French speleologist known as Edward Martel, and the second was a Dublin-born naturalist called Lister Jameson. You might be wondering what a speleologist is, and that's just simply somebody who is interested in caving and caves and all the different formations like stalactites and stalagmites that grow within them. Whereas a naturalist is somebody who's interested in the different animal species, such as bats, that exist down here in caves today. Martel and Jameson would have entered the caves a little differently to ourselves actually. They would have came through what's known as the wet entrance. And that's normally the entrance we would take if we would have the boat journey at the start of the tour. However, because of COVID, we currently aren't allowed to run that. We'd normally actually travel along the river on a boat. And the river is just located directly down here behind us at the moment, okay? Boat journey would normally take place for around 5 minutes, following the footsteps of Martel and Jameson, who would have travelled along the river on a collapsible canvas canoe. Of course, at that stage, they would have had very little lighting, simply candlelight on the rim of their top hats. But because of the large amount of water you've probably noticed falling from the cave roof at different points, their light was often extinguished. So for a majority of their journey, they would have been travelling in complete darkness. ഇതെല്ലാം ലൈം സ്റ്റോൺസ് ആണ്. ഇതെല്ലാം അവർ പറഞ്ഞേക്കുന്ന ഒരു ലൈം സ്റ്റോൺ പോലും നമ്മൾ കൈ കൊണ്ട് തൊടരുത്. കാരണം അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എണ്ണയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ അത് സ്ലോ ആക്കും. ഇത് 1 സെൻറ്റിമീറ്റർ ഉണ്ടാകണമെങ്കിൽ തന്നെ 1000 years എടുക്കും. അപ്പം ഇമാജിൻ ചെയ്യാമല്ലോ അതൊക്കെ എത്രയോ ഇയേഴ്സും കൊണ്ടാണ് ഇത്രയായെന്ന്. അപ്പോൾ ഈ താഴേക്ക് ഗ്രോ ചെയ്യുന്നത് അതിനകത്ത് മഗ്നീഷ്യം സൾഫേറ്റ് ഉള്ളതുകൊണ്ടാണ് ആ വൈറ്റ് കളറ്. ചിലതിന് ഡിസ്കളറേഷൻ ഉണ്ട്, അത് അയൺ ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ ഡിസ്കളറേഷൻ. അവിടെ കൂടുതൽ വാട്ടർ വരുന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. പണ്ട് കാലത്ത് ഇവിടെ ആൾക്കാർ ഇറങ്ങുമ്പോൾ മുഴുവൻ ഇരുട്ടായിരുന്നു കേട്ടോ, വെളിച്ചമില്ലായിരുന്നു. അപ്പോൾ അവർ ശരിക്കും പല സ്ഥലങ്ങളിലും ഇരുട്ടത്ത് തന്നെ വെച്ചത്. കാരണം മെഴുതിരൊക്കെ കത്തിച്ചിറങ്ങിയാലും ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വെളിച്ചെടുത്ത് വന്നാൽ ലിമിറ്റ് ഉണ്ട്, ഇത്ര സമയം നിൽക്കുന്നുള്ളത്. അപ്പോൾ പല ഏരിയാസ് അവർ എക്സ്പ്ലോർ ചെയ്ത് ഡാർക്കിലാണ്. അങ്ങനെ അവർ വന്ന് കഷ്ടപ്പെട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഫലമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. നമുക്കിപ്പോൾ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഇതിവിടെ മൊത്തം ലൈം സ്റ്റോൺ കൊണ്ട് കവർ ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അവരിത് മാൻമെയ്ഡ് ടണൽ ഉണ്ടാക്കിയതാണ് ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇത് മാത്രം തുറന്നെടുക്കുക, അല്ല ഇവിടെ മൊത്തം ബ്ലോക്ക്ഡാണ്. നിങ്ങളുണ്ട് ഇവിടെ കണ്ടോ, ഈ പറഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ വെള്ളത്തിൻ്റെ തുള്ളി ഇങ്ങനെ വീണ് 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 വേണ്ടിയിട്ടാണ് ഈ ഒരു കോലത്തിലായത്. ലോകം ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനടക്കം ഈ പരിണാമത്തിന് ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെയൊക്കെ പണ്ട് വെള്ളം വീണിട്ട് ഇത്ര ഉറപ്പുള്ള പാറയാണ്, പക്ഷെ എന്നാലും വെള്ളം വീണ് 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 മില്യൺസ് ഓഫ് ഇയേഴ്സ് വീണിട്ടാണ് ഈ ഒരു കോലത്തെത്തുന്നത്. കാണുന്ന ഓൾസ് ഉണ്ടോ, ഇതുവഴിയായിരുന്നു ഫസ്റ്റ് ആദ്യമായിട്ട് ഇതിൽ ആൾക്കാർ ഇറങ്ങി കേട്ടോ. കേട്ടെല്ലാം വിവരിച്ച് പറഞ്ഞത് ഇവിടെയാണ് ഫസ്റ്റ് ലാൻഡ് ചെയ്തത്, ഫസ്റ്റ് ഇറങ്ങിയത്. അത് ആദ്യം അവർ കയറിയിട്ടാണ് ഇറങ്ങിയത്. കാരണം ഫസ്റ്റ് നമ്മളിപ്പോൾ വന്നോളം സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ല, അവിടെ കയറിയിട്ടാണ് ഇതിലൊക്കെ ഇറങ്ങിയത് കേട്ടോ. ഇറങ്ങുമ്പോൾ കണ്ടതാണ് ഈ ഒരു ഭാഗമാണ്. ഗൈഡ് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല. ഇതൊരു പുഴയാണ്, ഇവിടെ 3 പുഴയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് പുഴ, തോട്, 3 തോടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു തോടാണ്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെയാണ് പോകുന്നത്. ഭയങ്കര ഒരു ഭീകര ഫീലിംഗ് ആണ്. കുറച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ജീവികളൊന്നുമില്ല, വളരെ കുറവാണ്. ഈ UK-ലും അയർലൻഡിലൊന്നും
വന്യമൃഗങ്ങൾ തീരെ ഇല്ല, വളരെ കുറവാണ്. ഞാനത് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇതിന് തട്ടാണ്ട് നോക്കണം. ഇത് വേറെ, അത് വേറെ ഇല്ല. നേരത്തെ കണ്ട റിവർ അല്ല, റിവർ സംഭവം നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കാം. ഇവരുടെ ജീവിക്കുന്ന കുട്ടികളാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടി ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഫാമിലിയുടെ ഈ പറഞ്ഞ് 25 പൗണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിന് വലിയൊരു കാര്യമാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫോർമേഷനിൽ വെള്ളം വീട് കൂടെ ആയതാണ് കേട്ടോ. മുകളിലൊക്കെ നോക്കിയാൽ സൂപ്പറല്ലേ. അപ്പോൾ അതിനെപ്പറ്റി വിവരിച്ച് പറഞ്ഞു കേട്ടോ. ഇതും ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഫോർമേഷൻ ഉണ്ടായതാണ് ലൈം സ്റ്റോൺസിൻ്റെ. എനിക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് തുർക്കിയിൽ വെച്ചിട്ട്, മനസ്സിലില്ല, നല്ല മഞ്ഞുമലയിൽ പോയിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ച ഓർമ്മയുണ്ടോ? ഒരു വോം വാട്ടറൊക്കെ ആയിട്ട് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്നാൽ നിങ്ങൾ പറയാം ലൊക്കേഷൻ്റെ പേരാണ് കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറഞ്ഞു നോക്കാം നമുക്ക്. ഇതേപോലെ വെള്ളം വീണ് ഫോർമേഷനായ ഒരു സ്ഥലത്ത് ഞാൻ പോയിരുന്നു. വെള്ള കളർ, കാലിലെ ചെരുപ്പം തൊടാണ്ട് ഐസിലേക്ക് കൂടി ഇങ്ങനെ തണുത്തിട്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. മാർച്ച് വരെ നമ്മളിത് ഫുൾ അടയ്ക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓവർഫ്ലോ ആയിട്ട് മഴ കാരണം ഉണ്ടല്ലോ, വെള്ളം മൊത്തം നിറഞ്ഞ് ഫുള്ളി പ്രശ്നമാവും അവിടെ. അതുകൊണ്ട് പിന്നെ ആൾക്കാരെ കയറ്റത്തില്ല ഈ നവംബർ തൊട്ട് മാർച്ച് വരെ. അത് കഴിഞ്ഞിട്ട് തുറക്കത്തുള്ളൂ. ഇത് ഫുള്ളി ഓവർഫ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇത് കേവ് കട്ടൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിനകത്ത് ഡിസ്കളറേഷൻ ഉണ്ട്, അത് അയണാണ് ഇടയ്ക്കുള്ളത്. പിന്നത് മഗ്നീഷ്യം, അതിങ്ങനെ ഒത്തിരി തിന്നായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഈ ലൈം സ്റ്റോണിന് കേവ് കട്ടൻസ് എന്നാണ് അത് പറയുന്നത്. അതിൻ്റെ തന്നെ വേറെ കുറച്ച് എങ്ങനെയുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ മാഗ്നീഷ്യം വരുന്നത്, എല്ലാം മാഗ്നീഷ്യം തന്നെ. ഡിസ്കളറേഷൻ വരുന്നത് മാത്രമേ ഉള്ളൂ അയൺ, ബാക്കിയെല്ലാം മാഗ്നീഷ്യം തന്നെ. ഈ വെള്ളം നനവുണ്ട്, അതിന് വെള്ളം വീഴുന്നുണ്ടാവും. ഒരു ഏരിയക്ക് റിംഗ് സ്റ്റോൺ പൂൾസ് എന്നാണ് പറയുന്നത് കേട്ടോ. വെള്ളം ഇങ്ങനെ താഴേൽ വന്നിട്ട് ഇങ്ങനെ കളക്റ്റിയിട്ടാണ് പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ മാറുന്നത്. ചെറിയ സ്മോൾ പൂൾ പോലെ ഉണ്ടായിട്ട് അതിനകത്ത് വാട്ടർ കളക്ട് ചെയ്തത്. യെസ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലും ചെറിയ സ്മോൾ പൂൾസ് ഉണ്ടായിരുന്നു. വെള്ളം ഒഴുകി വന്നിട്ടാണ് അതിൻ്റെ ഡിസൈൻ മാറുന്നത്. ഇതൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങളാണ്, ഒന്നും മാൻമെയ്ഡ് അല്ല, എല്ലാം നാച്ചുറലായി ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ മനുഷ്യന്മാർ വരില്ല, എത്രയോ മില്യൺസ് ഇയേഴ്സ് ഇങ്ങനെ ഭൂമി കിടന്നില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ ഇതേപോലെ എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് മനുഷ്യന്മാരില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിന് നല്ല അടിപൊളി സംഭവങ്ങളുണ്ട്. ഇവൻ നമ്മൾ ചെർണോബിൽ പോയാൽ കണ്ടു 35-36 വർഷം മനുഷ്യവാസം ഇല്ലാത്ത ഏരിയയിൽ എത്ര മാറ്റങ്ങളൊന്നും മൊത്തം മാറിയില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ കാണുന്നത് ഇത് കോളിഫ്ലവർ ടൈപ്പ് ഫോർമേഷനാണ്. അത് സാധാരണ ഇതുപോലുള്ള ഫോർമേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 സെൻറ്റിമീറ്റർ ആകാൻ വേണ്ടിയിട്ട് 1000 വർഷം, 1 സെൻറ്റിമീറ്റർ ലെങ്ത് വെക്കാൻ വേണ്ടി 1000 വർഷം. പക്ഷേ ഈ ഒരു സാധനത്തിന് ശരിക്കും പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആകാൻ 100 വർഷം മാത്രമേ ഉള്ളൂ. വളരെ ഫാസ്റ്റല്ല, 100 വർഷം 1 സെൻറ്റിമീറ്റർ വളരാൻ വേണ്ടിയിട്ട്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ലൈം സ്റ്റോൺ ആണ്. ബാക്കിയെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങളും 1000കണക്കിന് വർഷങ്ങളൊക്കെ എടുക്കാൻ ഓരോ സെൻറ്റിമീറ്റർ ആകുന്നത്. 3 ട്രാൻസ്ലേഷൻ വരുന്നത്. ഒന്ന് ഗൈഡ് പറയും, ഗൈഡ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരത് മനസ്സിലാക്കും, ഇവർ മനസ്സിലാക്കിയിട്ട് അവർ എന്നോട് പറയും, എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയും. കാരണം ഇവിടുത്തെ ഇംഗ്ലീഷ് കണക്കാണ്, അയർലൻഡിൽ ഇംഗ്ലീഷ് കുറച്ച് കഷ്ടപ്പെടാം. നമ്മൾ നേരത്തെ കണ്ട റിംഗ് സ്റ്റോൺ പൂൾസ് കുഞ്ഞി അതിൻ്റെ വലുതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നില്ല, ഇതാണ് റിംഗ് സ്റ്റോൺ പൂൾസിന് ബിഗ്ഗസ്റ്റ് വരുന്നത് കേട്ടോ. മുകളിൽ കണ്ടോ, അതാണ് ഈ ഗുഹയിലുള്ളത് ഏറ്റവും വലിയ പൂളാണ്. ഇതും 1 സെൻറ്റിമീറ്റർ ആണ്. 1000 വർഷം കൂടുമ്പോൾ 1 സെൻറ്റിമീറ്റർ മാത്രമേ ഫോർമേഷനിൽ വലിപ്പം വരുന്നുള്ളൂ. വളരെ രസമാണ്. നമുക്ക് നിങ്ങളെ ചുറ്റും നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ശരിക്കും റിവർ താണ്ടുള്ളത്. ഈ ഒരു സംഭവമില്ല, ഇങ്ങനെ കുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കേവ് വരുന്നത്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത് ഇവിടെ പോകുന്ന ഒരു പാലം ഉണ്ടോ, ചെറിയ പാലം പോലെ, അതിന് അപ്പുറം ഇപ്പുറവും വെള്ളമാണ്. ഇത് വെള്ളമാണ്, ഇപ്പുറവും വെള്ളമാണ്. അപ്പോൾ ഈ രണ്ട് നടുവിലേക്ക് ഒരു വഴി കൊടുക്കുന്നത്. മോസസ് വോൾ എന്നാണ് പറയുന്നത്. അതായത് മോശ ചെങ്കടല് നടുവേ മുറിച്ച് കിടന്നല്ല, അതിന്റെ ഒരു ഇതിലാണ് അവർ പറയുന്നത് മോസസ് വോൾ. മോസ മീൻസ് മൂസാനബി മോസ എന്നൊക്കെ പറയുന്ന മോസസ് പണ്ട് ചെങ്കടലിൽ മുറിച്ചിട്ട് അപ്പുറം കിടന്നില്ലേ, പറവലം പഠിച്ചിട്ട് അതിന്റെ ഒരു ഇതുപോലെ ഇവിടെ ഈ തോടിന് നടുവിലേക്ക് ഒരു പാത്ത് പറയുന്നത്.
it's actually because of that this formation is ആരും പണിതല്ല, പ്രകൃതി പണിതു. once again you might a little bit പൂൺ കേട്ടോ, പൂണാണത്. പൂണിന്റെ ഡിസൈനാണ്. you might find on an old site. Our pathway is no longer handrails here, so just please be really careful and stick towards the center at all times. So mind yourself. അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കെയർ ചെയ്യണം. കാരണം ഇവിടെ അങ്ങോട്ടേക്ക് നമുക്ക് പിടിക്കാനുള്ള ഹാൻഡ് വീലോ സാധനങ്ങളൊന്നുമില്ല. അത് ഇവരുടെ ഗവൺമെൻറ് എടുത്ത് ചിലപ്പോൾ പാവം പൈസ ഇല്ലായിരിക്കാം, ഇവിടെ വരെ പണിതപ്പോൾ പോലെ പൈസ തീർക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇവർ ഹാൻഡ് വീലൊന്നും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കെയർ ചെയ്യണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വലതുവശത്ത് വെള്ളം കുറച്ച് ആഴമുണ്ട്, അതുപോലെ തന്നെ ഇവിടെ തല കിട്ടും. അപ്പോൾ ഇടിവെട്ടിവരെ പാമ്പ് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു തല ഇവിടെ കുട്ടുക, ഒന്ന് വെള്ളത്തിൽ വീഴുക. അതാണ് ഇടിവെട്ടിവരെ പാമ്പ് പിടിക്കുന്നത്. തണുപ്പുണ്ട് ഇപ്പോൾ സംഭവത്തിൽ ഇവിടെയൊക്കെ വളരെ മനോഹരമായൊരു ഫോർമേഷനാണ്. ഞാൻ ശരിക്കും ഇതിന് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു രസമല്ലേ. ഇവിടെ ഒരു സംഭവം ഒരു വീടൊക്കെ ഇവിടെ ഇല്ല. സോറി ഗൈസ്, ഗവൺമെന്റിന് പിന്നെയും പൈസ വന്നു, ഇവിടെ അങ്ങോട്ടൊക്കെ അവർ ഹാൻഡ് റെയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ല, പകുതി പൈസ വന്നിട്ടുള്ളൂ. കാണാൻ ഒരു സൈഡ് ഹാൻഡ് റെയിൽ ഇല്ല. ഒന്നും മനസ്സിലാവില്ല. ഐറിഷ് ആക്സന്റ് ഭയങ്കര ടഫാണ്. ഒന്നും മനസ്സിലായില്ല, പക്ഷെ എന്തായാലും നമ്മൾ ചിരിക്കും. ആക്ച്വലി കേവ് നമ്മൾ ഇവിടെ കൂടെ തീരുവാണ്. ഓക്കെ പിന്നെ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടൊരു 3 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്, അങ്ങോട്ട് പോകത്തില്ല. കാരണം റിവർ അങ്ങോട്ട് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വിസിറ്റേഴ്സ് ഇവിടെ വരെ ബോട്ട് ഇട്ട് ഇവിടെ പോകുന്നില്ല, അത് ഇങ്ങോട്ടേക്ക് പോകും. ബോട്ട് അപ്പുറ സൈഡാണ്. പിന്നെ ആ നമുക്ക് ഒരു ടൈമിൽ 10 പേരെ ഓക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ പോകുന്നത് 10 പേരെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ബോട്ട് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിന് കുറച്ച് നല്ല ഭാഗമാണ്. ഒരു 10 വർഷം മുമ്പ് കുറച്ച് ഇടിഞ്ഞു വരുന്ന സംഭവം. ഓക്കെ, അതിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ടില്ല. പക്ഷെ നമ്മൾ ആ പറ്റുന്നില്ല, അങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസ് ചെയ്യാൻ നമ്മൾ പോയിട്ട് പോകുന്നില്ല. കൊറോണയുടെ പേരും പറഞ്ഞാൽ ഇവർ മാക്സിമം നമ്മളെ പറ്റിക്കല കേട്ടോ. 10 പേര് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പോകാൻ പറ്റില്ല. എന്നാൽ പിന്നെ 5 പേരെടുത്ത് പോയാൽ പോലെ അത് പോകില്ല. പൊളിഞ്ഞ സ്ഥലത്ത് പോയി കൊറോണ പിടിക്കാടോ അല്ല, പൊളിഞ്ഞ സ്ഥലത്ത് പോയിട്ട് കൊറോണ പിടിക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ടൂറിസ്റ്റ് പ്ലേസിൽ പോയി നിൽക്കും, അവരവിടെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ പൂട്ടിയിടും. എന്ന് പറയും കൊറോണ വേറെ കരഞ്ഞു, അവരെ കരച്ചിലിട്ടത്. സ്റ്റാറ്റിക് ബൈക്ക് എന്ന് പറഞ്ഞാൽ മേളിലേക്ക് ഫോർമേഷന്, ഒന്ന് മേളിൽ താഴേക്കുള്ള ഫോർമേഷനും. അത് വളരെ റെയറായിട്ടേ ഉള്ളൂ, രണ്ടും കൂടെ കൂട്ടി കൂട്ടത്തുള്ളൂ. കാരണം ഒത്തിരി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് വേണമല്ലോ. അതിലൊരെണ്ണമാണ് ഈ കാണുന്നത്. ഇത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിൽ ഇവർ മാരീഡ് ആകുമെന്നാണ് പറയുന്നത്. കാരണം അവർ നിയർലി അടുക്കാറായല്ലോ. 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അടുത്ത തൗസൻഡ്സ് ഇയേഴ്സ് വരണമല്ലോ. ഇത് ജിയോളജിസ്റ്റ് ആണല്ലേ ഇത്? ഒത്തിരി ജിയോളജി പിള്ളേർ സ്റ്റുഡൻസും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി വരാറുള്ളതാണ്. സംഭവം ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞില്ലേ, ഇതൊരു പ്രേത ഗുഹയാണ്. മനുഷ്യമല്ല, പ്രകൃതി മാത്രമേ. പ്രകൃതിയുടെ പ്രേതങ്ങൾ നമുക്ക് കാണും. പ്രകൃതി അതിന് സംഭവം അടിപൊളിയാണ്, മനോഹരമായ കാഴ്ചകളുണ്ട്, വളരെ ഭീകരമായ കാഴ്ചകളുണ്ട്. അപ്പം മനുഷ്യന് നടക്കുന്നത് പ്രകൃതിക്കും പ്രേതാകാൻ പറ്റും. ആയിരക്കണക്കിന് വർഷമുള്ള പ്രേതങ്ങൾ. സംഭവം വേറെ കോമഡി ഉണ്ടായി. ഞങ്ങൾ തമാശക്ക് പറഞ്ഞത് പ്രേതം നോക്കുക, പക്ഷേ ഇവിടെ ഞങ്ങൾ കുടുങ്ങിപ്പോയി. കാരണം അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നുണ്ട്. അവിടെ ഡോറിലെന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ട് അത് ഓപ്പൺ ആകുന്നില്ല. അരമണിക്കൂർ ഇവിടെ നിൽക്കേണ്ടി വരും മുകളിലേക്കോ. പിന്നെ അതുപോലെ നിങ്ങളുണ്ടോ, ഇപ്പം നമ്മൾ പോയ വഴിയാണ് താഴെ കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയ വഴി അത് നേരെ മുകളിൽ കാണും. കുത്തനെ നിൽക്കുന്ന ഈ ഒരു സാധനം, ഇതാണ് ഇവിടുത്തെ ലോങ്ങസ്റ്റ് ഈ ഒരു പീസ്. 250,000 ഇയേഴ്സ് ഓൾഡാണ്. എത്ര ലക്ഷക്കണക്കിന് വർഷം പഴക്കമുണ്ട് ആ ഒരു മുതൽ. അത്ര വർഷം പഴക്കമായിട്ടാണ്, അത്ര വർഷം എടുത്ത് ശരിക്കും ആ ഒരു ഫോർമേഷൻ എത്താൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കി. Alright folks, that is the end of the tour. I hope you enjoyed it. Thank you very much for coming today. If you are looking to experience what part of the tour,
More than likely, it will probably be next year, just for COVID regulations and that at the minute. So now you're getting customers here, visitors here. Oh yeah, How much per day? Like, regularly. yeah. It does depend. So our tours normally run every 15 minutes during the summer months. So we'll have tours running from 9 a.m. to 6 p.m. At the minute though, it is a wee bit quieter, so we only run tours from 10 a.m. to 4 p.m. every half hour. But at the weekend there, we had them running every 15 minutes. We've had, I think, around nearly 40,000 visitors here. Yeah, Yearly? in the last number of So what years. about ACBC? After Corona, before Corona? This is before Corona. There you go, never heard that. But that's my creation, ACBC, yeah. Yeah. So what about AC after Corona? After Corona, see, we've actually been closed for quite a bit of Corona, really. It started. Yeah, we've only so we were closed from March 2020 all the way to July 2020, and we only opened in March. No, we only opened there. We closed then from we closed in October, and we opened again just there 2 weeks ago. Yeah, that's really it. That's great. So thank you very much. Majilla, No, that's yeah. a nice name, huh? Thank you. Are you from here? Yeah, I'm from here. Yeah, I'm But local. you speaking English, I think. Other group is But there is a few people that don't speak pure English. Yeah. I don't understand. Yeah, very good. You close the നമ്മളപ്പുറം കേവിൽ കണ്ടിട്ടില്ലേ ആ കുട്ടി അതിൻ്റെ ഉപ്പയാണ് മുപ്പര് ഇന്ത്യയിൽ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ UP-ലൊക്കെയാണ് ജോലി ചെയ്തത് അപ്പം ഞാൻ കേരളത്തിലൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് മുപ്പരൊരു സയൻറ്റിസ്റ്റാണ് പഠിപ്പിക്കുന്ന പണിയല്ലേ പഠിപ്പിക്കുന്ന പണിയൊക്കെയാണ് സോ ഹിന്ദിയും കാര്യങ്ങളൊക്കെ അറിയാം You want to say something to my viewers on Hindi? हिंदी में Yeah, हिंदी में बात क्या बोलना चाहिए भाई तो आज मैंने ये लोग मिल गया है यहाँ नीचे केव में हमने घूमने के लिए गया वहाँ काफी अच्छा था हम सब देखा स्टैलेक्टाइट स्टैलेग्माइट नीचे वाला है और हाँ और ये हमारी बच्चा उसका नाम एमिट है वो यहाँ रहते हैं हमारे साथ नॉर्दर्न आइलैंड में तो नॉर्दर्न आइलैंड से हेलो करो Hello. Okay guys take care. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഒന്ന് നമ്മൾ കേവ് കണ്ടു പിന്നെ നമ്മുടെ നാട്ടിലൊരു ഇവിടുത്തെ എന്താ പറയുക ഇംഗ്ലണ്ടുകാരൻ നമ്മുടെ നാട്ടിലൊന്ന് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പറഞ്ഞ് നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ച് ആ ഹിന്ദി നമ്മളോട് പറഞ്ഞു ഒരു അഭിമാനം അത്ര തന്നെ പിന്നെ ഇവിടെ കണ്ടോ 2015 യുനെസ്കോ ഏറ്റെടുത്ത ഒരു കേവ് കൂടെയാണിത് നമ്മൾ തുർക്കിയിൽ ഞാൻ പറഞ്ഞിരുന്നു തുർക്കിയിൽ ഞാൻ കണ്ട ഒരുവിധ എല്ലാ ഏരിയാസിലും യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ പെടുന്ന കാര്യങ്ങൾ കേട്ടോ ഇതേ അടിപൊളി അപ്പം സന്തോഷത്തോടു കൂടി നമുക്ക് ഇതിൽ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർത്തേൺ അയർലൻഡിലെ കാഴ്ചകളാണ് ഒരുപാട് കാഴ്ചകൾ ഇനിയും വരാനുണ്ട് ഓക്കെ നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ബ്രോ ഉണ്ട് നമ്മുടെ സ്വന്തം മാഡം ഉണ്ട് ബ്രോ മാഡം എന്തെങ്കിലും പറയാനുണ്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വൈഫ് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നും ഉപരിക്കില്ല അതന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ മൂപ്പർത്തി എന്ത് പറഞ്ഞു അതുപോലെ ആയിക്കോട്ടെ അത്ര തന്നെ വേറെ എന്താ പറയുക ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ അയർലൻഡിലുള്ളവരാണെങ്കിൽ നോർത്തേൺ അയർലൻഡിലുള്ളവരാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം ഗൂഗിൾ മാപ്പിൽ ഈ ഒരു പിന്നെ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ അപ്പം നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ അയർലൻഡ് വരുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ നിങ്ങൾ വിസിറ്റ് കുഴപ്പമില്ല ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു വിനോദത്തിന് വേണ്ടി ഒന്നുമില്ല നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചും കൂടി വിജ്ഞാനവും അതുപോലെ വിനോദവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ചകളായിരിക്കും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്